ക്ലാസ് ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മളെ പല്ല് അല്ലെങ്കിൽ നമ്മളെ ടൂത്ത് അല്ലേ. അപ്പോൾ ടൂത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒരു സിമ്പിൾ ടോപ്പിക്കാണ്, പക്ഷേ എൻ്റെ കുട്ടികൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് കൺഫ്യൂഷൻസ് മാറ്റാം. സോ നമുക്ക് നമ്മുടെ പല്ലിനെ എങ്ങനെ വരയ്ക്കാം, ദേ ഇങ്ങനെ വരയ്ക്കാം. ഇച്ചിരി കോവ് കൂടിപ്പോയോ? സോ അങ്ങനെ വരയ്ക്കാം. ആൻഡ് ഇതിന് നമുക്ക് ഇങ്ങനെ രണ്ട് വേരുകൾ വരയ്ക്കാം. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ പല്ല്. ഇത് മിസ് ഒന്നുകൂടി വരയ്ക്കുകയാണേ. ഇതാണ് നമ്മളുടെ പല്ല്. അപ്പോൾ ഇയാളെ മിസ് കുറച്ചൊന്ന് ചെറുതാക്കാണ്, വരച്ച് വന്നപ്പോൾ ഇച്ചിരി വലുതായിപ്പോയി. അപ്പോൾ ഇത് നമ്മുടെ പല്ല്. ഓക്കെ. ഇനി ഈ പല്ലിലെ ഈ പുറമേ കാണുന്ന ഇങ്ങനെ ഇതൊരു 3 ഡയമെൻഷണൽ ഡയഗ്രം ആക്കാൻ വേണ്ടി മിസ് ഇങ്ങനെ വരച്ചതാണ്. ഈ പുറമേ കാണുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ ഇനാമൽ എന്ന് പറയുക. ഓക്കെ. നമ്മുടെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഇനാമൽ എന്ന് പറയുന്ന ഒരു ഡെഡ് ടിഷ്യൂ ആണ്, ജീവനില്ലാത്ത കല കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഹാർഡസ്റ്റ് പാർട്ടാണ്, ഏറ്റവും ദൃഢതയേറിയ കടുപ്പമേറിയ ഭാഗമാണ് ഇനാമൽ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ പല്ലുണ്ടാക്കിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഓക്കെ. നമ്മുടെ പല്ലുണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡെൻഡൈൻ എന്ന് പറയുക. അപ്പോൾ ഡെൻഡൈനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു പൾപ്പ് ക്യാവിറ്റീനെ വരയ്ക്കണം. ഓക്കെ. ഇതാണ് നമ്മളുടെ പൾപ്പ് ക്യാവിറ്റി. റെഡി? ഈ റെഡ് കളർ മിസ് വരച്ചതാണ് നമ്മുടെ പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പൾപ്പ് ക്യാവിറ്റിക്ക് മിസ് ഇതേ റെഡ് കളർ കൊടുക്കുകയാണ്. അപ്പോൾ ഈ പൾപ്പ് ക്യാവിറ്റിന് എന്തിനാണ് മിസ് റെഡ് കളർ ആക്കിയതെന്ന് ചോദിച്ചാൽ, ഇവിടെയാണ് നമ്മളുടെ ബ്ലഡ് വെസൽസ് കാണുന്നത്, നമ്മളുടെ എന്താ പറയുക രക്തക്കുഴലുകൾ, നെർവ്സ്, നാഡികൾ കാണുന്നത്. അതേപോലെ തന്നെ ഒഡോണ്ടോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സെൽ, ഓക്കെ, ഡെൻഡൈൻ ഉണ്ടാക്കുന്ന സെല്ല് കൂടിയാണ് നമ്മുടെ ഒഡോണ്ടോബ്ലാസ്റ്റ്. അങ്ങനത്തെ സ്പെഷ്യലൈസ്ഡ് സെൽസ് കാണുന്നത്. ആൻഡ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ആണ്, മൃദുവായ യോജകകല ഉണ്ടാക്കിയിരിക്കുന്നതാണ് പൾപ്പ് ക്യാവിറ്റി. ഇതും ജീവനുള്ള ടിഷ്യൂസാണ്. ഓക്കെ, ലിവിങ് ടിഷ്യൂസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗം കാണുന്നുണ്ടോ മക്കളെ? ഇതാ ഈ ബാക്കിയുള്ള ഭാഗം, ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെൻഡൈൻ എന്ന് പറയുന്നത്. നമ്മുടെ പല്ലിൻ്റെ മെയിൻ ഭാഗം ഡെൻഡൈൻ. ഇതും ഒരു ജീവനുള്ള കല കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഡെൻഡൈൻ. ഓക്കെ, ഇതൊരു ജീവനുള്ള കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനോട് ഇങ്ങനെ ചേർന്നിട്ട് ഇവിടെ ഒരു സിമെൻറ്റം എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്, ഒരു യോജക കലയാണ് സിമെൻറ്റം. എന്തിനാണ് സിമെൻറ്റം എന്ന് ചോദിച്ചാൽ, മിസ് സിമെൻറ്റത്തിന് കളർ കൊടുക്കട്ടെ. ഇതാ നമുക്കിതൊരു ഡ്രോയിങ് ക്ലാസ് ആക്കാം. ഇതാണ് സിമെൻറ്റ്. അപ്പോൾ എന്തിനാണ് സിമെൻറ്റം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പല്ലിനെ മോണയുടെ ഉള്ളിൽ, അതായത് നമ്മുടെ ഗമ്മിൽ നിങ്ങൾ ചിരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ മോണ കാണില്ലേ, ആ മോണയുടെ ഉള്ളിൽ, അപ്പോൾ മോണയ്ക്ക് നമുക്ക് ഇതൊരു പിങ്ക് കളർ കൊടുക്കാം. ഇതാണ് നമ്മുടെ മോണ എന്ന് കരുതാം. ഓക്കെ, മോണ. അപ്പോൾ ഈ ഭാഗം നമ്മുടെ മോണയാണ്. അപ്പം നമ്മുടെ ഗമ്മിൻ്റെ ഉള്ളിൽ, ആ കുഴീൻ്റെ അകത്ത് നമ്മുടെ പല്ലിനെ ഉറപ്പിച്ച് നിർത്തുന്ന കാൽഷ്യം അടങ്ങിയ കണക്റ്റീവ് ടിഷ്യൂ ആണ് സിമെൻറ്റ്. ഓക്കെ. ആൻഡ് ഇത് മാത്രമല്ലാതെ നമുക്ക് വേറൊരു ഡിവിഷൻ ഉണ്ട്. ഇതാണ് നമ്മളുടെ ഹെഡ് എന്ന് പറയുന്ന, ക്രൗൺ എന്ന് പറയുന്ന ഭാഗം. ആൻഡ് ഇവിടെ ഒരു കുഞ്ഞ് നെക്ക് ഉണ്ട്. ആൻഡ് താഴെയുള്ളത് നമ്മുടെ റൂട്ട് ഉണ്ട്. അങ്ങനെയും ഒരു ഡിവിഷൻ കൂടി ഉണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ ഈ ഭാഗങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നമ്മൾ മൊത്തത്തിൽ കാണുമ്പോൾ നമ്മുടെ പല്ല് ഇങ്ങനെയാണ്. അതല്ലാതെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പുറമേ നമ്മുടെ ഇനാമൽ കാണാം. ഏറ്റവും ദൃഢതയുള്ള ഭാഗമാണ്. ആൻഡ് ഡെഡ് ടിഷ്യൂ ആണ്, ജീവനില്ലാത്ത കലയാണ്. ആൻഡ് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഡെൻഡൈൻ കാണാം, ജീവനുള്ള കലയാണ്. പല്ലുണ്ടാക്കിയിരിക്കുന്നത് ഡെൻഡൈൻ കൊണ്ടാണ്. ഓക്കെ. ദെൻ നമ്മുടെ പൾപ്പ് ക്യാവിറ്റി, ഇവിടെയാണ് നമ്മുടെ ബ്ലഡ് വെസൽസ്, നിങ്ങൾ കാണുന്നില്ലേ, ബ്ലഡ് വെസൽസും നെർവ്സും ഒഡോണ്ടോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സെല്ലൊക്കെ കാണുന്നത് ജീവനുള്ള കലയാണ്, ലിവിങ് ടിഷ്യൂ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ആണ്, മൃദുവായ യോജക കലയാണ്. ദെൻ ഇവിടെ നമുക്ക് കാണാം നമ്മുടെ റൂട്ട് കനാൽ. ഇതാണ് നമ്മുടെ റൂട്ട് കനാൽ. നമ്മൾ റൂട്ട് കനാലൊക്കെ ചെയ്യില്ല പല്ലിന്, അതിൻ്റെ ഉള്ളിൽ എന്തോ ചെയ്യുന്നതാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ. ഇവിടെ നമ്മുടെ അസ്ഥികളുണ്ട്. ആൻഡ് സിമെൻറ്റം, ദേ നമ്മുടെ പല്ലിനെ ഈ മോണയുടെ ഉള്ളിൽ, ഗമ്മിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ച് നിർത്തുന്നത് സിമെൻറ്റമാണ്. സോ ഇതാണ് നമ്മുടെ പല്ല്. ഇത് കുറച്ചുകൂടി വൃത്തിയുള്ള ഡയഗ്രാം പിടിച്ചോ. ഏറ്റവും പുറമേയുള്ള ഇനാവൽ, ആ മഞ്ഞ കളറിലുള്ള അല്ലെങ്കിൽ നടുവിലുള്ള ഭാഗം ഡെൻഡൈൻ, ഇത് നമ്മുടെ പൾപ്പ് ക്യാവിറ്റി. ആൻഡ് ഇതിനോട് ചേർന്ന് കാണുന്നതാണ് സിമെൻറ്റം. സിമ്പിൾ ആയെങ്കിൽ അതിൻ്റെ മക്കളെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. നിങ്ങൾക്ക് ലേബൽ ചെയ്യാനും അല്ലെങ്കിൽ ഭാഗങ്ങൾ തന്നിട്ട് ഇത് നിങ്ങളോട് അടയാളപ്പെടുത്താനും, അതും അല്ലെങ്കിൽ എന്താ പറയുക ഫംഗ്ഷൻ തരും, ഏത് ഭാഗമാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. സിമ്പിളായി ഈസി ആയെങ്കിൽ എൻ്റെ മക്കളെല്ലാവരും കമൻറ്റ് ചെയ്യുക.